ഇനി അതിൻ്റെ ഉള്ളിലാണ്. എന്തൊരു ചൂടാണ് ഖത്തറിൽ അല്ലേ? നിങ്ങൾ ഖത്തറിലാണ് എന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കണ്ടില്ലേ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഞാൻ പാരീസും സ്വിറ്റ്സർലാൻഡും ജർമ്മനി പോയിട്ട് വന്നതേ ഉള്ളൂ. ഇപ്പോഴല്ല, കുറേ നാൾ മുമ്പ്. കുറേ നാൾ മുമ്പാ, ജൂലൈയിലാണ് പോയത്. എന്നിട്ട് ഓഗസ്റ്റ് 2 എനിക്ക് ഓർക്കുന്നില്ല. ഓഗസ്റ്റ് only 10 days ഹോളിഡേ ഉള്ളു. 10 അല്ല 5 days ഹോളിഡേ ഉള്ളായിരുന്നു. അതിന് എന്ത് എൻജോയ്മെന്റ്? നിങ്ങൾ പറ, എന്ത് എൻജോയ്മെന്റ്? ഒരു എൻജോയ്മെന്റ് ഇല്ല, ചുമ്മാ ഇങ്ങനെ കാത്തിരിക്കാം. പക്ഷെ നമ്മൾ ഡിസ്നി ലാൻഡിൽ പോയേ, പക്ഷെ പ്ലേയിങ് ഏരിയ അല്ലാതെ വെയിറ്റിംഗ് തന്നെയാണ്. നിങ്ങൾ അതുകൊണ്ട് ട്രൈ ചെയ്ത് പ്ലീസ്. നിങ്ങൾ മരിക്കും. ആ വെയിറ്റിംഗ് എല്ലായിടത്തും വെയിറ്റിംഗ് വെച്ചാൽ ഒടുക്കത്തെ വെയിറ്റിംഗ്. അത്രയ്ക്ക് വെയിറ്റിംഗ് ഉണ്ട്. നമ്മളുടെ അടുത്തൊരു ലുലുയുടെ ഷോപ്പ് ഉണ്ട്, ലുലു ഹൈപ്പർ മാർക്കറ്റ്. പിന്നെ നമ്മുടെ ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ വെറിയൊന്നും ചെയ്യണ്ട. നോക്കണേ, ഞാൻ കാണിച്ചു തരാം. ഇത് ഓൾസോ ഒരു സ്കൂളും ഉണ്ട്. സ്കൂള് ലോയോള എന്ന സ്കൂളിൽ ഞാൻ ഇനി പോകുമ്പോൾ വേറ്റേ കുറേ വണ്ടീസും ഇത് നോക്കണേ, നോക്കിയിരിക്കണേ. സോറി കേട്ടോ. എന്താ ഷോപ്സ് ഒക്കെ കണ്ട? ഓറഞ്ച് ഉണ്ട്, ഇന്ത്യൻ ഗ്രിൽ ഹൗസ് ഉണ്ട്, ചാട്ടോറി ഗള്ളി അതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ചായ ഉണ്ട്, പിന്നെ ഫ്രീ സോൺ മാർക്കറ്റ് ഉണ്ട്, പിന്നെ ഫാർമസി ഉണ്ട്, പിന്നെ സ്റ്റുഡിയോ ഉണ്ട്, പിക്ചർ വേൾഡ് സ്റ്റുഡിയോ, പിന്നെ വഹാദ് അൽജാം റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗോൾഡൻ ലോക്സിൻ്റെ ഷോപ്സ് ഉണ്ട്. എന്തൊക്കെയുണ്ട് ഇവിടെ? എല്ലാം ഉണ്ട്. ഫാർമസി ഉണ്ട്, പെറ്റ് ഷോപ്പ് ഉണ്ട്, എന്തൊക്കെയുണ്ട്. ഇവിടെ അത്ര വെയിറ്റിംഗ് ഇല്ല കേട്ടോ. ഇവിടെ വെയിറ്റിംഗ് ഇല്ല. ഇവിടെ ആണ് എൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് ലീവ് ചെയ്യണത്. നമ്മളിവിടെ മൂവ് ചെയ്തപ്പോഴാണ് ഇവിടെ നമ്മളിങ്ങോട്ട് മൂവ് ചെയ്തത്. കുറേ പാം ട്രീസും ഉള്ള കൈപ്പാത്ത് വെച്ചിട്ട് കൈവട വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈപ്പാട ഇങ്ങനെ ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ട് ഇവിടെ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. കണ്ട ഇതും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഇവിടെ എല്ലാം ഹൗസസ് ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറയാ, ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ബിൽഡ് ചെയ്തിരിക്കുക. ഇവിടെ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ ഉണ്ട്. എന്തൊരു ഇതല്ലേ. എന്ത് പറയുന്നേ, അച്ഛനും അമ്മയാണ്. കേട്ടാ ഒന്നും മനസ്സിലാവത്തില്ല. ജസ്റ്റ് കിഡിങ്. കേട്ടാ ഒന്നും കേൾക്കത്തില്ല. മീൻസ് കേട്ടാ ഒന്നും ഞാൻ പറയണ ഒന്നും കേൾക്കത്തില്ല. മീൻസ് ഡെഫ് എന്നല്ല, ഞാൻ പറയണ ഒന്നും കേൾക്കത്തില്ല. ഞാനൊരു സാധനം പറഞ്ഞു, ലൈക്ക് അമ്മ എൻ്റെ ഇത് ചെയ്യാണ്, ഒന്നും മിണ്ടാതിരിക്കും, ഒന്നും ഇങ്ങനെ ടോക്ക് ചെയ്തോണ്ടിരിക്കാൻ. കണ്ട ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ അല്ലേ എന്താന്ന് വെച്ചാ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താന്ന് ചെയ്യണേന്ന്. അതുകൊണ്ടാടാ എന്നെ വെറുതെ വിടണം.
ഇഷ്ടമായെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാനിനി അവിടെ എത്തിയിട്ട് വിളിക്കാൻ പറ്റില്ല, അമ്മ ടിവിന്റെ സാഹചര്യം നോക്കിയിട്ട്. ബൈ, സീ യു. നാളെ ഞാൻ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ എങ്ങനത്തെ വീഡിയോ ആണ് ഞാൻ എന്താ കമന്റ് ചെയ്യണേ, ഒന്നൊക്കെ പറയണേ.